Thought of the day. Past is the waste paper, present is newspaper, future is a question paper. So read and write carefully, otherwise your life will be a tissue paper. കലാം സാറിന്റെ കോട്ടാണ്. Signing, ma'am. Good afternoon, ma'am. Good afternoon, everyone. I would like to welcome respected Jisha ma'am and my classmates to today's class. The last class, the teacher talked about record details. It was very interesting. Let us all be attentive, kind, and curious as we begin. May this class be joyful and meaningful for everyone. Let us learn something new and enjoy the time together. Thank you, Miss. Thank you, everyone. Okay, last class it was about record writing details. Ella records parnu. Etra records unde details parnu. Only two. First one, fourth one aano parne. Fourth one complete പറഞ്ഞിട്ടില്ല. Fourth one complete പറഞ്ഞിട്ടില്ല. Okay, fine. മിസ്സേ റെക്കോർഡ് വാങ്ങിച്ചപ്പോ അതില് 70 പേജസ് ഉള്ളു. 100 ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. അപ്പൊ അത് കുഴപ്പമുണ്ടാവോ? കുഴപ്പമില്ല, നമുക്ക് അത് മതിയാകും. ഈ അഥവാ ചിലപ്പോ 1, 2, 3 പേജസിന്റെ ഷോർട്ടേജ് വരുവാണെങ്കിൽ അതർ റെക്കോർഡ് ബുക്കിൽ ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല പേജ്. അതെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി ലാസ്റ്റ് പേജിന്റെ സൈഡിലായിട്ട്. ഒട്ടിച്ചൊട്ടിച്ച് വെക്കാലോ. ഓക്കെ. മിസ്, വരയിടാത്ത റെക്കോർഡ് ബുക്ക് നമുക്ക് മേടിക്കാൻ കിട്ടുമോ? 2 സൈഡും വരയിടാത്തത്. 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ളത് കിട്ടാറുണ്ട്. ഇങ്ങനെ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ചോദിച്ചപ്പോ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനി വരുമോ എന്നുള്ളത് അറിയില്ല എന്നും പറഞ്ഞു. ഒരു നോക്കാംന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? സാധാരണ 1 സൈഡ് റൂൾഡ് കിട്ടാനാണ് പാടുന്നാണ് കുറെ പേര് പറഞ്ഞത്. 2 സൈഡ് പ്ലെയിൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഓരോ ഏരിയയുടെ വ്യത്യാസമായിരിക്കും. സ്കൂളുകളും കോളേജുകളും ഉള്ള അടുത്തുള്ള ഷോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ പ്ലസ് ടുവിന്റെ തന്നെ ബോട്ടണിയുടെയും സോളജിയുടെയും പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂൾ എവിടെയാണോ അതിനടുത്ത് എന്തായാലും ഉണ്ടാകും. കാരണം ആ കുട്ടികൾക്ക് റെക്കോർഡ് വേണം. അപ്പൊ എന്തായാലും അതിനടുത്തുള്ള പേപ്പർ മാർട്ടുകളിലോ ഷോപ്പുകളിലോ ഒക്കെ ബുക്ക് ഷോപ്പുകളിലൊക്കെ ഈ ബുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ ഏരിയയിൽ എന്തായാലും ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ കാണുമല്ലോ, എവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ടൗണിലേക്ക് പോയാലും കാണുമല്ലോ. കിട്ടും, കിട്ടാതിരിക്കില്ല. കാരണം പ്ലെയിൻ ആയിട്ടുള്ളത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് റെക്കോർഡും ഫോർത്ത് റെക്കോർഡും കൂടുതൽ പിക്ചേഴ്സ് ആണ്. പിക്ചേഴ്സ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ചിലര് പറഞ്ഞു ഇത് കിട്ടിയില്ലെങ്കിൽ നോട്ട്ബുക്ക് വാങ്ങിച്ചോട്ടെ എന്നൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ കാലം കീപ്പ് ചെയ്യുമ്പോൾ നോട്ട്ബുക്ക് അത്ര സുഖാവോന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല. പിന്നെ പുറത്ത് ഗൾഫിലുള്ളവർക്ക് റെക്കോർഡ് ബുക്ക് ആയിട്ട് കിട്ടുന്നില്ല, ഒരു മാനുസ്ക്രിപ്റ്റ് പോലെ. അതും കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അത് ചെയ്യാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ബുക്ക് കിട്ടിയില്ലെങ്കിൽ നല്ല നോട്ട്ബുക്ക് തന്നെ വാങ്ങും, വലുത്, 2 സൈഡ് പ്ലെയിൻ ആയിട്ടുള്ളത്. കാരണം പിക്ചേഴ്സ് വരയ്ക്കുന്നവരുണ്ടാകും. ഈവൻ ഒട്ടിക്കുമ്പോഴും ലൈൻസ് ഉള്ള അതിന്റെ മുകളിൽ ഒട്ടിക്കുമ്പോൾ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഫസ്റ്റും ഫോർത്തും റെക്കോർഡും മാം പറഞ്ഞല്ലോ ഇപ്പൊ ചെയ്യേണ്ട കാര്യം. അപ്പൊ അതിന് സബ്മിഷൻ ഡേറ്റ് വല്ലതുണ്ട്? സബ്മിഷൻ ഡേറ്റ് എന്നല്ല, ഞാൻ പൊതുവെ കുട്ടികളോടാണ് ചോദിക്കുന്നത് ഒരു കട്ട് ഓഫ് പറയാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് റെക്കോർഡ് ഇപ്പൊ ഇന്നാണ് തരുന്നെങ്കിൽ അവർ പറയും 3 വീക്സ് അല്ലെങ്കിൽ 1 മന്ത് എന്ന് പറയും. അത് കഴിയുമ്പോൾ കുട്ടികൾ തന്നെ വന്നിട്ട് പറയും 1 വീക്ക് കൊണ്ട് തീർന്നു, നെക്സ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് അല്ലെങ്കിൽ 3 വീക്സ് ഒക്കെ കൊടുക്കുമ്പോൾ ദിവസം ഇഷ്ടംപോലെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച കുറെ പേര് പെൻഡിങ് വെക്കും. പെൻഡിങ് വെച്ച് ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോൾ വൈവേറെ ടൈം ആകുമ്പോഴേക്കും ഭയങ്കര ഹറിബറി ആവും. നമുക്കൊരു പേഴ്സണൽ എമർജൻസി വരുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. അങ്ങനെയൊക്കെ ഇഷ്യൂ വരും. അതുകൊണ്ട് നിങ്ങൾ തന്നെ പറയൂ ഒരു ഡേറ്റ്.
Yes, please. 2 weeks ഒക്കെ ആയ ഒരു റെക്കോർഡ് വർക്കിന് 2 weeks മതിയാവില്ലേ മാം? ഡിപ്പെൻസ്. ഇപ്പം കളക്ഷൻ ബുക്ക് നമ്മൾ ആ പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമേ അതിലുള്ളൂ. പിന്നെ സ്റ്റിക്ക് ചെയ്യുക, അത്ര മാത്രമല്ലേ അതിലുള്ളൂ. അതേസമയം ഫോർത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? പല ടൈപ്പുള്ള ആക്ടിവിറ്റീസും പസിൽസും ആണ്. മേ ബി അതിന് ഫസ്റ്റ് റെക്കോർഡിനേക്കാളും കുറച്ചുകൂടെ ടൈം എടുക്കുമായിരിക്കും. പക്ഷെ വൺസ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും, നമുക്ക് അത് നല്ലപോലെ ചെയ്യാനായിട്ട് പറ്റും. 1നും 4നും കൂടി ഒരു 1 month എടുക്കാവുന്നതുണ്ട്. 1ഉം 4ഉം മതിയാകും. മോർ ദാൻ ഇനഫ് ആയിരിക്കും. കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പില് പറയാലോ. അപ്പൊ പിന്നെ ഒരുവിധ ആൾക്കാരുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഫോർത്ത് റെക്കോർഡ് ചെയ്യാൻ എവിടെ വരെ പറഞ്ഞു? റെക്കോർഡ് എടുക്കട്ടെ. എവിടെ വരെയായിരുന്നു ഫോർത്ത് റെക്കോർഡ് പറഞ്ഞത്? The picture show parts of a drawing. Parts. Picture shows parts of a drawing. Okay. നമ്മൾ ജിക്സോ പസിലൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ പിക്ചറിനെ പല പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കുട്ടികളുടെ മുന്നിലേക്ക് കൊടുക്കും. അവരത് ജോയിൻ ചെയ്ത് ആ പിക്ചർ കംപ്ലീറ്റ് ആക്കും. നമ്മളുടെ റെഫറൻസ് റെക്കോർഡിലാവുമ്പോൾ ആ പിക്ചർ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അപ്പൊ ഞാനിവിടെ ഒരു എലിഫന്റിനെയാണ് എടുത്തത്, ഫുട്ബോൾ കളിക്കുന്ന ഒരു എലിഫന്റ്. അപ്പൊ അതിനെ ഡിഫറെന്റ് 4 പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് അതിനെ ജോയിൻ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചേഴ്സ് കളക്ട് ചെയ്യാം, അതിനെ പല പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം. ഇവിടെ 4 എടുത്തു. നമുക്ക് കുറച്ചുകൂടെ അതൊന്ന് എന്താ പറയാ ഡിഫിക്കൽട്ട് ആക്കാൻ നമുക്ക് 6 പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം, 5 പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം, 7 ആക്കാം, 8 ആക്കാം അല്ലെ? ആദ്യം കൊടുക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് കൊടുക്കുക, പിന്നെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ആ പീസസിന്റെ നമ്പർ കൂട്ടി നമുക്ക് കൊടുക്കാം. ഓക്കെ. പിന്നെ കൊണ്ടുപോകുമ്പോൾ പേപ്പർ ആണല്ലേ, അപ്പൊ പേപ്പർ പറന്നു പോകാനോ പെട്ടെന്ന് കീറി പോകാനോ ഉള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സെക്യൂർ ആയിട്ട് കൊണ്ടുപോകണം. അതിന് ഏതെങ്കിലും കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ച് ആ കാർഡ്ബോർഡും അതേ ഷേപ്പിൽ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ പിക്ചർ തന്നെ അതേ കാർഡ്ബോർഡിൽ ഒട്ടിക്കുക. എന്നിട്ട് ആ പിക്ചറിന് ഔട്ട്ലൈൻ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം വീണ്ടും അതിനെ കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടും. കാർഡ്ബോർഡ് പീസ് ആകുമ്പോഴേക്കും പറന്നൊന്നും പോകില്ലല്ലോ. പെട്ടെന്ന് കുട്ടികൾ കയ്യിലെടുക്കുമ്പോൾ അത് കീറിപ്പോവും, അങ്ങനത്തെ ചാൻസസ് ഒന്നുമില്ല. ജിക്സോ പസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഒരു 4 പാർട്സ്, ദെൻ 5 പാർട്സ് ആക്കുക, പിന്നെ 7 പാർട്സിന്റെ 6 പാർട്സിന്റെ ഒക്കെ പിക്ചർ കൊണ്ടുപോവുക. അങ്ങനെ നമ്പർ ഓഫ് പാർട്സ് കൂടുന്നതിനനുസരിച്ച് അവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്ന് അത് ജോയിൻ ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, അത് പല രീതിയിൽ കൊണ്ടുപോകാം. ഇത് നമ്മളുടെ റെഫറൻസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചു, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, നമുക്കൊരു റെഫറൻസ് പിക്ചർ ഉണ്ടാകും. അതിന്റെ കോപ്പി പോലെ 4 അതർ പിക്ചേഴ്സ് തന്നിട്ടുണ്ടാകും. ഈ 4 മറ്റ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് പിക്ചറുമായിട്ട് നോക്കുമ്പോൾ സിമിലർ ആയിട്ട് തോന്നും. ബട്ട് ആ എന്തൊക്കെയോ ഡിഫറൻസ് തമ്മിലുണ്ട്. ആ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ. മുകളിൽ ഏത് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് റെഫറൻസ് പിക്ചർ. താഴെ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 അതർ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെവിയിലെ വ്യത്യാസം, വായിലെ വ്യത്യാസം, മുസ്താഷ് ആ രോമത്തിന്റെ വ്യത്യാസം, കാല്, പിന്നെ ആ ഒരു വാലിന്റെ വ്യത്യാസം, ആ ഒരു മീശ പോലെ വരുന്നത് ചിലതിന് 2 എണ്ണം, ചിലതിന് 3 എണ്ണം, ചിലതിന് 4 എണ്ണം, അങ്ങനെ. അപ്പൊ മുകളിലുള്ള പിക്ചറും താഴെയുള്ള 4 കോപ്പിയും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ആക്ടിവിറ്റി. ഇതൊക്കെ നമ്മൾ ലൈനുള്ള ബുക്ക് റെക്കോർഡ് ബുക്കിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ലല്ലോ. നമ്മൾ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ബുക്കുമായിട്ടല്ല പോകുന്നത്. നമ്മൾക്കൊരു റെഫറൻസ് ആണ് റെക്കോർഡ് ബുക്കിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ പോകുമ്പോൾ ഒരു പേപ്പറിലോ
ചാർട്ട് പേപ്പർ പല പല കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് അതിൽ വരച്ചിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാനായിട്ട്. കാരണം ഒരു കുട്ടിയല്ല, 20-30 കുട്ടികൾ ക്ലാസ്സിലുണ്ടാകുമ്പോൾ 30 പേർക്ക് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. നെക്സ്റ്റ് വൺ, കുട്ടികളെ ഒരു പിക്ചർ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് അതിനെപ്പറ്റി ഒരു സ്റ്റോറി എഴുതാൻ പറയാം. അപ്പൊ എഴുതുന്ന ആ ഒരു ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ് അവർക്കൊക്കെ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അല്ലെങ്കിൽ അല്ലാത്ത കുട്ടികളോട് പറയാം നമുക്ക് സ്റ്റോറി, ക്രിയേറ്റ് എ സ്റ്റോറി. അവരുടെ ഒരു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ ഡെവലപ്പ് ആകുന്നത് നമുക്ക് മനസ്സിലാകും. ഞാൻ പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ അതുപോലെ കുട്ടികളുടെ മനസ്സിനെ പെട്ടെന്ന് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്യണം. അതിൽ അതുപോലെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു കുട്ടി, ഒരു സ്ക്യുറൽ, പിന്നെ ഒരു ബേർഡ്, പിന്നെ ഒരു ട്രീ, ഫ്ലവേഴ്സ്, ഒരു ഫെൻസ് ഒക്കെ ഉണ്ട്, പിന്നെ സൺ കാണാം, ക്ലൗഡ് ഉണ്ട്. അങ്ങനെ നിറയെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. ഒരാൾ മാത്രമുള്ള പിക്ചർ ആകുമ്പോൾ കുട്ടികൾക്ക് സ്റ്റോറി പറയാൻ പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? എഴുതുന്ന ആ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് എഴുതിക്കുക, അല്ലാത്ത കുട്ടികളെ കൊണ്ട് പറയിക്കുക, ക്രിയേറ്റ് ചെയ്യിക്കുക. നെക്സ്റ്റ്, ഈ റെക്കോർഡ് ഇപ്പോ പിക്ചർ കാട്ടിയില്ലേ, അത് നമ്മൾ സ്റ്റോറി ഒരെണ്ണം എഴുതണോ റെക്കോർഡ് ബുക്കില്? സ്റ്റോറി ഒന്നും എഴുതണ്ട, അതൊക്കെ കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ്. അവര് ക്രിയേറ്റ് ചെയ്യട്ടെ, ലെറ്റ് ദം ക്രിയേറ്റ്. അവരുടെ ഇമാജിനേഷൻ നമുക്ക് കാണാമല്ലോ. ഈ റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റെഫറൻസ് മാത്രമാണ്. നമ്മൾ ഇത് നോക്കിയിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഇതേ ആക്ടിവിറ്റീസ് തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി ഓരോ ദിവസം ക്ലാസ്സിൽ നമുക്ക് ചെയ്യിക്കും. പിന്നെ കുട്ടികൾ എല്ലാവരും ക്രയോൺസ് യൂസ് ചെയ്തിട്ട് പലപ്പോഴും കളർ ചെയ്യാറുണ്ടല്ലേ. കളറിംഗ് ആണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ കൂടുതൽ ചെയ്യിക്കുന്നത്. പിക്ചർ കൊടുക്കുന്നത് ഈ പിക്ചർ കാണിച്ച പോലത്തെ അതുപോലത്തെ പിക്ചർ നമ്മൾ റെക്കോർഡിൽ ഒട്ടിക്കണ്ടേ? ചോദിച്ചത് എഴുതണ്ട, സ്റ്റോറി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പിക്ചർ മാത്രം ഒട്ടിച്ചാൽ മതി. ക്രയോൺസ് യൂസ് ചെയ്തിട്ട് കുട്ടികളുടെ കളറിംഗ് ആണ് കൂടുതലായിട്ടും ചെറിയ ക്ലാസ്സുകളിൽ നടക്കുന്നത് അല്ലെ. പലപ്പോഴും കുട്ടികൾ കളർ ചെയ്യുമ്പോൾ ഔട്ട്ലൈനിൽ നിന്ന് പുറത്തേക്ക് പോവാറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് ആ ഒരു കോൺസെൻട്രേഷൻ വേണം, കളറിംഗ് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അതിനകത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിക്കാനാണ് റിവേഴ്സ് കളറിംഗ്. ഓക്കെ, അപ്പൊ റിവേഴ്സ് കളറിംഗിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ്. അതിൽ കളർ ചെയ്യേണ്ടത് വൈറ്റ് പാർട്ട് മാത്രമാണ് കളർ ചെയ്യേണ്ടത്. ബാക്കി കളർ ചെയ്യേണ്ടാത്ത പാർട്ടെല്ലാം ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷെയ്ഡിങ് പെൻസിൽ വെച്ചിട്ട്. അപ്പോ എൻവയോൺമെന്റുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, കുട്ടി എല്ലാം ശ്രദ്ധിക്കുന്നുള്ള ഒരാളാണെങ്കിൽ കുട്ടിക്ക് അറിയാനായിട്ട് പറ്റും ബട്ടർഫ്ലൈ എങ്ങനെയാണ് ഇരിക്കുന്നത്. സിമെട്രിക്കലാണ് ബട്ടർഫ്ലൈ അല്ലെ. ലെഫ്റ്റും റൈറ്റും സൈഡ് ഒരുപോലെ തന്നെയായിരിക്കും. അപ്പൊ കുട്ടി കളർ ചെയ്യുമ്പോൾ കുട്ടി അത് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ, നല്ല ശ്രദ്ധയോടുകൂടി അത് ബട്ടർഫ്ലൈയെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അറിയാം ലെഫ്റ്റും റൈറ്റും ഒരുപോലെ കളർ ചെയ്യണമെന്ന്. ഇനി അഥവാ അങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ലെറ്റ് ദം ഡു. അവരെങ്ങനെ വേണമെങ്കിലും അത് ചെയ്തോട്ടെ. ഓക്കെ, എങ്ങനെ കളർഫുൾ ആക്കിയാലും പ്രശ്നമില്ല. അപ്പൊ ആ വൈറ്റ് പാർട്ടിൽ മാത്രം കളർ ചെയ്യാൻ പറയുമ്പോൾ അവര് ശ്രദ്ധിച്ച് കളർ പുറത്തേക്ക് പോകാത്ത രീതിയിൽ വൈറ്റ് പാർട്ടിൽ മാത്രം കളർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയി? നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസിങ് ഈസി മെത്തേഡ് ടു ലേൺ ടു ഡ്രോ പിക്ചേഴ്സ്. എളുപ്പ രീതിയിൽ പിക്ചർ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ നമ്മൾ പലപ്പോഴും ഈ ബാലരമയിലും കളിക്കുടുക്കയിലും ഒക്കെ കാണാം അല്ലെ. ഇവിടെ ഒരു ടെഡി ബെയറിനെയാണ് വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഒരു സർക്കിൾ കൊടുത്തു, പിന്നെ ചെവി, പിന്നെ മൂക്ക്, കണ്ണ്, പിന്നെ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആയോ? രീതിയിൽ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം, എളുപ്പത്തിൽ പഠിക്കാന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ടല്ലോ ഇതുപോലെ ആക്ടിവിറ്റി. പിന്നെ ഒരു പിക്ചർ തരും, ആ പിക്ചർ സെയിം തന്നെ നമ്മൾ നോക്കിയിട്ട് വരയ്ക്കണം. അതാണ്. അപ്പൊ ഈ പിക്ചറിന് ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ടാവും, ഒരു ലിമിറ്റഡ് സ്പേസ്. അപ്പൊ ആ ലിമിറ്റഡ് സ്പേസിൽ കുട്ടികൾ ആ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് ആണ് ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ അത് സെയിം തന്നെ ഒരു ആ ലിമിറ്റഡ് സ്പേസ്, ഒരു റെക്ടാങ്കിൾ പോലെ ഒരു ഔട്ട്ലൈൻ ബോർഡർ പോലെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അതിന് വരയ്ക്കുക.
കുട്ടികൾ അതിന് പുറത്ത് പോകാതെ ആ വലിപ്പത്തിൽ തന്നെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ അവർക്ക് വെറുതെ ഒരു പിക്ചർ കൊടുക്കുക, അത് ക്രയോൺസ് യൂസ് ചെയ്തിട്ട് കളർ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു മിക്കി മൗസ് സെലക്ട്. പിന്നെ ഫൈൻഡ് ഓഡ് വൺ കണ്ടുപിടിക്കുക. നമുക്കറിയാവുന്നതാണ് അല്ലെ, ഓഡ് വൺ കണ്ടുപിടിക്കുക. ഈ പിക്ചർ നോക്കിയിട്ട് ഇതിൽ നിന്ന് ഓഡ് വൺ, ബക്കറ്റ് ഉണ്ട്, ടവൽ, സോപ്പ്, പിന്നെ നോട്ട്ബുക്കാണ്. എന്തായാലും വീട്ടിലെ കുട്ടികൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ക്ലാസ് റൂമിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും ഈ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് ഇത് പല പല ഒബ്ജക്ട്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ആൽഫബറ്റ്സും ഡിജിറ്റ്സും, കുട്ടികളെ കൊണ്ട് ആൽഫബറ്റ്സും ഡിജിറ്റ്സും എഴുതിക്കുന്നതിനേക്കാൾ അവർക്ക് ഇൻട്രസ്റ്റ് അത് കളർ ചെയ്യാനാണ്. അപ്പൊ കളർ ചെയ്യുമ്പോൾ ആ ആൽഫബറ്റ്സിന്റെ അല്ലെങ്കിൽ ഡിജിറ്റ്സിന്റെ ഇമേജ് ഇവരുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോർ ആകും. ആൽഫബറ്റ്സ് ഇങ്ങനെ എഴുതി കൊടുക്കുക, എന്നിട്ട് കളർ ചെയ്യാനായിട്ട് പറയുക. അതുപോലെ തന്നെ ഡിജിറ്റ്സ് 0, 1, 2, 3 തുടങ്ങിയ 9 വരെ ഉണ്ട് കേട്ടോ. ഷോ ദ വേ, വഴി കാണിച്ചു കൊടുക്കുക, അങ്ങനെ വഴി കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആക്ടിവിറ്റീസിലെ. ഓക്കെ, ഇവിടെ ഒരു പപ്പിക്ക് അതിന്റെ കെനലിനെത്താനുള്ള വഴി അത് കാണിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറെ ഇങ്ങനെ സിക്സ് ആഗ് ആയിട്ട് കുറെ വരച്ചിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യുക, ഒരു വേ മാത്രം ഓപ്പൺ ആക്കി വെക്കുക. സിമ്പിൾ ആയിട്ട് കുറെ വരച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, കാരണം ചെറിയ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് അല്ലേ. നെക്സ്റ്റും റിവേഴ്സ് കളറിങ്. ആൽഫബറ്റ്സിനും ഡിജിറ്റ്സിനും കളർ കൊടുക്കുക. സ്കെച്ച് പെൻ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കെച്ച് പെൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് സൈഡ് സ്മഡ്ജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ റിവേഴ്സ് കളറിംഗ് ആണ്. ബാക്കി ഭാഗങ്ങളെല്ലാം ഷെയ്ഡഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി സ്കെച്ച് പെൻ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ട് കളർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് സ്മഡ്ജ് ആവുന്നില്ല. അഥവാ അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ക്രയോൺസ് കൊണ്ട് കുട്ടികളെ കൊണ്ട് കളർ ചെയ്യിക്കുക. ഓക്കെ, ഓയിൽ പേസ്റ്റൽസ് അല്ലെങ്കിൽ വാക്സ് ക്രയോൺസ്. എനിക്ക് തോന്നുന്നു വാക്സ് ക്രയോൺസിനേക്കാളും ഓയിൽ പേസ്റ്റൽസ് ആയിരിക്കും കുട്ടികൾക്ക് നല്ലത്. അതിനകത്തൊരു സ്ക്രിബർ പോലെ ഉണ്ടല്ലോ, അപ്പൊ എക്സസ് ആയിട്ട് വരുന്ന ഇത് അവര് അത് വെച്ചിങ്ങനെ സ്ക്രൈബ് ചെയ്ത് അതങ്ങനെ ശരിയാക്കുമ്പോഴേക്കും അത് നല്ല ഫൈൻ ആയിരിക്കും. തൊട്ട് കഴിയുമ്പോൾ നല്ല ഫൈൻ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ സാധാരണ ക്രയോൺസ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ വാക്സ് ഇങ്ങനെ പൊങ്ങി അവിടെ പിക്ചേഴ്സിൽ ഉണ്ടാവാറുണ്ടല്ലോ. ഏത് ക്രയോൺസാ പറഞ്ഞേ? ഓയിൽ പേസ്റ്റൽസ് ആയിരിക്കും നല്ലത്. അതിന്റെ കൂടെ സ്ക്രിബർ കിട്ടും, ഇങ്ങനെ ഒരച്ച് കളയാനുള്ളത്. എക്സസ് വരുന്ന പെയിന്റ് ഇങ്ങനെ ഒരച്ചൊരച്ച് ഇങ്ങനെ അത് റിമൂവ് ചെയ്യാനായിട്ട് സ്ക്രിബർ പോലെ ഒരു സാധനം കിട്ടും. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക. ഞാനൊരു കൈറ്റാണ് ചെയ്തിരിക്കുന്നത്. മുകളിലെ കൈറ്റിന്റെ ഷാഡോ ആ 3 എണ്ണത്തിൽ നിന്നും ഏതാണെന്ന് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ ടോപ്പിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് താഴെയും കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് കംപ്ലീറ്റഡ് പിക്ചേഴ്സ് ആയിരിക്കും. അതിന്റെ ഏതെങ്കിലും പാർട്സ് മാത്രം താഴെ കൊടുക്കും. ഏത് പിക്ചറിന്റെ പാർട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. മുകളിൽ കണ്ടോ, ഫിഷും 2 ബേർഡും കൊടുത്തിട്ടുണ്ട്. താഴെ ഈ ബേർഡ്സിന്റെ പോലെ തന്നെ 4 കൊടുത്തിട്ടുണ്ട്. ഏത് മുകളിലുള്ളതിന്റെ ഏതോ ഒരെണ്ണത്തിന്റെ പാർട്ടാണ് താഴെയുള്ള ഏതോ ഒരെണ്ണം, അത് കണ്ടുപിടിക്കുക. ഒരു പിക്ചർ തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് അത് വരയ്ക്കുക. പക്ഷെ എൻലാർജ്ഡ് വേർഷൻ, വലുതാക്കി വരയ്ക്കുക. ഫസ്റ്റ് വണ്ണിന്റെ സ്ക്വയറിനേക്കാളും വലിയൊരു സ്ക്വയർ നെക്സ്റ്റ് വൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം.
പറഞ്ഞിട്ട് ആ പിക്ചർ ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ കുട്ടിക്ക് ഓരോ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 ഭാഗത്തു നിന്നുള്ളത് വരച്ച് 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 പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാണിക്കോ? ഇത് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാട്ടോ. ഇത് തന്നെ വരയ്ക്കണ്ട. ഞാനൊരു എളുപ്പത്തിനൊരു പിക്ചർ സെലക്ട് ചെയ്തോന്നേ ഉള്ളൂ. 4ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പിക്ചർ എടുക്കുന്നു മാത്രം. നെക്സ്റ്റ് വൺ, നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും. ആ പിക്ചറിന്റെ ഓരോ പാർട്സിന് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. 1 2 3 4 അങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓരോ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് കളർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പിക്ചറിലെ നമ്പർ നോക്കിയിട്ട് ആ നമ്പറിന് ഏത് കളറാണ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് പിക്ചർ കളർ ചെയ്യും. ഓക്കെ, അപ്പൊ കുട്ടിക്ക് നമ്പർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, കറക്റ്റ് നമ്പർ ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ ഏതാന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കളർ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി റെഡ് തന്നെയാണോ എടുക്കുക, അതോ ഇനി ഗ്രീനോ ബ്രൗണോ എടുക്കൂ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാനിവിടെ ഒരു ഫ്ലവർ, ഒരു പോട്ടിലുള്ള ഒരു ഫ്ലവർ ആണ്. അപ്പൊ അതിന് അതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലവറിന്റെ പെറ്റൽസിന് നമ്പർ 2 ആണ് കൊടുത്തിരിക്കുന്നത്. 2 ഞാൻ റെഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മിഡിൽ പോർഷൻ 1 ആണ് യെല്ലോ. പിന്നെ അതിന്റെ ആ ഒരു സ്റ്റെം അത് 3 ഡാർക്ക് ഗ്രീൻ. പിന്നെ ലീഫ് 4 ലൈറ്റ് ഗ്രീൻ. പിന്നെ പോട്ടിന് ഉള്ളിൽ സാൻഡ് ഉണ്ടാവുമല്ലോ, മണ്ണുണ്ടാവുമല്ലോ, അത് 5 കൊടുത്തു ബ്രൗൺ. പോട്ടിന് 6 നമ്പർ കൊടുത്തു ഓറഞ്ച്. അതുപോലെ നിങ്ങൾ ഓരോ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് 1 2 3 പറഞ്ഞ് നമ്പർ കൊടുത്ത് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് കളറും മെൻഷൻ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക, ഒരു ആക്ടിവിറ്റി ചെയ്യും. പിന്നെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. കണ്ടാൽ പെട്ടെന്ന് നോക്കിയാൽ ഒരേപോലെ തോന്നും, പക്ഷെ അവ തമ്മിൽ 4 ഡിഫറൻസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2 പിക്ചേഴ്സ്. അപ്പൊ ആ 4 ഡിഫറൻസസ് കണ്ടുപിടിക്കുക. കുട്ടി നോക്കി 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 ചിലപ്പോൾ 2 എണ്ണം കിട്ടും. പിന്നെ 2 എണ്ണം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ വീണ്ടും കോൺസെൻട്രേഷനോട് കൂടെ നോക്കി ബാക്കി ഡിഫറൻസസ് കണ്ടുപിടിക്കും. ഞാനൊരു ടോം ആൻഡ് ജെറിയാണ് ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്. ടോം ജെറി ചേസ് ചെയ്യുന്ന പിക്ചർ. ഈ 2 പിക്ചറിലും 4 ഡിഫറൻസസ് ഉണ്ട്, അത് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നെക്സ്റ്റ് ഡ്രോ എ പിക്ചർ ബൈ ജോയിനിങ് ദ ഡോട്ട്സ്. ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് അറിയാലോ, ഇതൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുള്ളതല്ലേ. ഇപ്പൊ വാങ്ങാൻ കിട്ടുന്ന നോട്ട്ബുക്കിന്റെ ബാക്കിലും ഇതുപോലെയൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാം. ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചേഴ്സ് ഓർഡറിൽ നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ കുട്ടിയുടെ കൗണ്ടിങ്, നമ്പർ കൗണ്ട് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാകും. നമ്പറിനെ കുട്ടി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നും മനസ്സിലാകും. 1 2 3 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്പർ എന്നും 2 അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഈ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ മനസ്സിലാകും. ഒരു കൗണ്ടിങ്ങും ചെയ്യും, നമ്പർ ഫെമിലറൈസേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നെക്സ്റ്റ് മിസ്സിംഗ് ലെറ്റർ ഫില്ലപ്പ് ചെയ്യാനായിട്ട് ഈ ആക്ടിവിറ്റി പറഞ്ഞപ്പോൾ മറ്റു ബാച്ചിലെ കുട്ടികൾ ചോദിച്ചു, ഞങ്ങൾ ക്ലൂ ആയിട്ട് പിക്ചർ ഒട്ടിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ചെയ്യും. ഞാനിവിടെ ഒറ്റ ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളൂ, ഫില്ലപ്പ് ദി മിസ്സിംഗ് ലെറ്റർ. ഇത് തന്നെ 2 3 എണ്ണം ചെയ്യണമെങ്കിൽ 2 3 എണ്ണം ചെയ്യാട്ടോ. അപ്പൊ കുട്ടികൾക്ക് ഫെമിലർ ആയിട്ടുള്ള ഏത് ഏജിലുള്ള കുട്ടികൾക്കാണോ കൊടുക്കുന്നത് ആ കുട്ടികൾക്ക് ഫെമിലർ ആയിട്ടുള്ള വേർഡ്സ് വേണം സെലക്ട് ചെയ്യാൻ. പിന്നെ മാച്ച് ദ പിക്ചേഴ്സ് ആസ് പെർ കണക്ഷൻ. മുകളിലെ പിക്ചേഴ്സും താഴെയുള്ള പിക്ചേഴ്സുമായിട്ട് അതിന്റെ കണക്ഷൻ അനുസരിച്ച് ഒരു റിലേഷൻ അതനുസരിച്ച് മാച്ച് ചെയ്യാൻ. TV, റിമോട്ട്, ഡോർ കീ, പിന്നെ ഡിഷ്, കൺസേർവിന്റെ സ്പൂൺ, പിന്നെ കുറെ പിക്ചേഴ്സ്. നമുക്ക് പിക്ചർ കിട്ടിയെങ്കിലും വരച്ചാലും മതിയോ? മതി. You can draw or you can paste, no problem.
ഓക്കെ മാം. ഓക്കെ, നെക്സ്റ്റ് കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി. നമുക്ക് പലപ്പോഴും നമ്മളുടെ ഇതുപോലുള്ള കളിക്കുടുക്ക ബാലരമയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പിക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ, സ്റ്റേറ്റ്മെന്റ് അധികമൊന്നും ഉണ്ടാവില്ല. പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയുടെ ഒരു കണ്ടന്റ് മനസ്സിലാകും. ആ രീതിയിൽ പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ 4 or 5 പിക്ചേഴ്സ് ഒക്കെ വരുമായിരിക്കും ഒരു സ്റ്റോറിയിൽ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ സെലക്ട് ചെയ്യാം. വരയ്ക്കുകയാണെങ്കിൽ പറ്റുവാണെങ്കിൽ വരയ്ക്കുകയും ചെയ്യാം. നെക്സ്റ്റ് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. പറയുകയും ചെയ്യുക, എഴുതി വയ്ക്കുകയും ചെയ്യുക. അതാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ആക്ടിവിറ്റി. അവര് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല സിറ്റുവേഷൻ നമുക്ക് കൊടുക്കാം. അപ്പൊ അവർക്ക് പെട്ടെന്ന് ആ കോൺവെർസേഷൻ, ഇപ്പൊ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പിക്ചർ ഒരു പോസ്റ്റ്മാനും ഒരു പെൺകുട്ടി, ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. അതുപോലുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. അപ്പൊ എപ്പോഴും ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് വേണം പിക്ചേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് അത് വരണം, നമ്മളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും വരണം. എന്നാൽ മാത്രമാണ് നമുക്ക് കുട്ടികളെയും അതുപോലെ ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഹൈഡിങ് ക്രീച്ചർ, ഒളിച്ചിരിക്കുന്ന ജീവിയെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബാലരമയിലൊക്കെ കാണാറുണ്ടല്ലോ. ഹൈഡിങ് ക്രീച്ചറിനെ കണ്ടുപിടിക്കും. ചിലര് ചോദിച്ചു വേറെ എന്തെങ്കിലും ക്രീച്ചർ എന്നാ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഫുട്ബോൾ അങ്ങനെയൊക്കെ ചെടിയുടെ ഇടയിൽ പോയി കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു ടോയ് പോയി കിടക്കുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്രീച്ചർ എന്നുള്ള വേർഡ് മാറ്റിയിട്ട് ഹൈഡിങ് ഒബ്ജക്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും ആക്കാം. ഞാനത് വെറുതെ വരയ്ക്കുകയാണ് ചെയ്തത്, അത്ര നീറ്റം ആക്കിയിട്ടില്ല. ഇവിടെ ഒരു ഗ്രാസ് പെൻസിലിന്റെ ഇട ചെയ്തേക്കുന്നത്, ഗ്രാസിന്റെ ബാക്കിലായിട്ട് ഒരു ബട്ടർഫ്ലൈ നിൽക്കുന്ന പോലെ. കുറച്ചുകൂടെ കളർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്രീച്ചർ ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ തോന്നുമായിരുന്നു. ഇതുപോലെ ഹൈഡിങ് അനിമൽസ് അതിനെ കണ്ടുപിടിക്കുക. ഫൈൻഡ് ഔട്ട് ദ ഹൈഡിങ് അനിമൽസ്. അതൊരു 4 എണ്ണം ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒരു ബോക്സിനകത്ത് കുറെ വേർഡ്സ് എഴുതി അതിനകത്ത് എവിടെയോ ഓരോ അനിമൽസ് ആയിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ കണ്ടുപിടിക്കുക. ഓക്സ്, യാക്ക്, ഡീർ ഒക്കെയാണ് ഓരോന്നിലും വരുന്നത്. അനിമൽസ് ഏതാണെന്ന് ആദ്യം മനസ്സിൽ വരിക, അതിനനുസരിച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ പിക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യാം അതിന്റെ കൂടെ. ഓക്കെ, ക്ലിയർ ആയോ? വേറെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ തിയറി രണ്ട് റെക്കോർഡും അധികം പെൻഡിങ് ഇല്ലാതെ ചെയ്ത് വെക്കുക. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റും. ലാസ്റ്റ് മൊമെന്റ് എല്ലാം കൂടെ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ പറഞ്ഞത് അൺറോൾഡിലാണോ ചെയ്യേണ്ടത് നോട്ട്ബുക്കില്? ഫസ്റ്റും ഫോർത്തും 2 സൈഡും പ്ലെയിൻ ആണെങ്കിൽ നന്നായിരിക്കും ഞാൻ പറഞ്ഞു. വേറൊന്നും അല്ല, കൂടുതലും പിക്ചേഴ്സ് ആണ്, നമുക്ക് എഴുതാനായിട്ടുള്ള ഒന്നുമില്ല. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും യൂസ് ചെയ്യാം. ഈ പറഞ്ഞത് മാത്രം ചെയ്ത് വെക്കണം എന്ന് നിർബന്ധമില്ല. ഇതുമായിട്ട് കണക്ട് ആവുന്ന, അതായത് നമ്മുടെ തീമുമായിട്ട് കണക്ട് ആവുന്ന എന്ത് ആക്ടിവിറ്റീസും അതിലേക്ക് ആഡ് ചെയ്ത് പോവാം. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് കവർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഡു വി ഹാവ് ടു കവർ ദ റെക്കോർഡ് ബുക്സ്? Not necessary, but if we cover, that means it will look good, na? Yes. ഞാൻ ഇതൊരു 7 or 8 years ബാക്ക് കവർ ചെയ്തതാ. കവറും അങ്ങനെ ഇരിക്കുന്നുണ്ട്. കവർ മോശമായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വേറെ ആക്കാം. ബൈ മിസ്റ്റേക്ക് ആരെങ്കിലും കൊണ്ടുപോയി ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നു, അതിന്റെ താഴെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളുടെ ആ കവറിനെ ആവുള്ളൂ. ഈ ഒരു കവർ ആകുമ്പോൾ ഒരു ഓയിലി ഒരു ഫോയിൽ പോലെ അങ്ങനത്തെ ഉള്ളതാണ്. അപ്പൊ വെള്ളമൊക്കെ പറ്റിയാലും പെട്ടെന്ന് ഇതാവില്ല. നമുക്ക് കവർ മാറ്റി ന്യൂ കവർ വെക്കാം. എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസിന്റെ മുകളിലോ അങ്ങനെയൊക്കെ അറിയാതെയൊക്കെ കൊണ്ടുവയ്ക്കുവാണെങ്കിൽ നമ്മൾക്ക് കവർ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ, റൈറ്റ്? ഇഷയുടെ മെസ്സേജ് കണ്ടിരുന്നു, അപ്പൊ എനിക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു, കാരണം റെക്കോർഡ് കിട്ടിയില്ലല്ലേ കറക്റ്റ് വൺ. അല്ല, ഇന്ന് പോയി കിട്ടി. ഇന്ന് അപ്പൊ ആകെ കൂടെ ഒരു കടയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം തൊടുപുഴ.
അവര് മുകളിലത്തെ ഷെൽഫിൽ നിന്ന് പൊടി തട്ടി ഒരെണ്ണം എടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് 4 എണ്ണം വേണം, 2 കുട്ടികളുണ്ട്. അപ്പം തപ്പി തപ്പി അവസാനം പൊടി തട്ടി എടുത്ത് തന്നു. ഇന്ന് ഹയർ സെക്കൻഡറി വിജയമായിട്ട് സ്കൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് കാണും, കാരണം അവർക്ക് ആവശ്യമാണ്. ഇവിടെ പക്ഷേ ഇവര് സ്റ്റാഫൊക്കെ ആക്ച്വലി ചിരിക്കാൻ തുടങ്ങി. കാരണം അങ്ങനെ ഇതിനാ വേണ്ട, എപ്പോഴും ലൈനും ഒരു സൈഡില് പ്ലെയിനേ ഉള്ളല്ലോ എന്നും പറഞ്ഞാണ്. ഇന്നലെ 2-3 അടുത്ത് പോയി അവസാനം അരിശം വന്നാണ് തിരിച്ചു വന്നത്. ഞാൻ അവസാനം രശ്മിയോടോ മറ്റോ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ നാട്ടിൽ നിന്ന് മേടിച്ചവരൊക്കെ അവിടെ നിന്ന് കൊറിയർ ചെയ്തതാ, അല്ലാതെ എനിക്കിവിടെ സാധനമൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞ് അരിശം വരുമായിരുന്നു. 2 റെക്കോർഡിൽ നമുക്ക് നിറയെ പിക്ചേഴ്സ് ആണ് വേണ്ടത്. ലൈനുള്ളതിന്റെ മുകളിൽ കൂടെ നമുക്ക് പിക്ചർ വരയ്ക്കാനോ ഒട്ടിക്കാന്ന് പറഞ്ഞാൽ തന്നെയും നമ്മൾ നോക്കുന്നത്, നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ കാണുന്നത് ഫുൾ ആ ലൈൻസ് ആയിരിക്കും. ഓക്കെ ഫൈൻ. സോ വേർ were we? And Nisha, actually, what you are doing, like you are working, right? Yeah, I'm working. I was working in Dubai 10 years back. Then തിരിച്ചു വന്നു. Basically, I have an accountant background. പക്ഷേ English was always my my favorite. പക്ഷേ അതിന് പോകാൻ പറ്റിയില്ല, മുന്നോട്ട് പോകാൻ പറ്റിയില്ല. So when I returned, ഞാൻ വീണ്ടും ലാംഗ്വേജ് ട്രെയിനിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കോളേജുകളിൽ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ചെയ്ത്, സോ റൈറ്റ് നൗ ഇൻ തൊടുപുഴ ഞാൻ ഇവിടെ ഒരു സീനിയർ IELTS ട്രെയിനറാണ്, ലാംഗ്വേജ് ട്രെയിനറാണ്. എൻ്റെ 2 മക്കളാണ് ഇവിടെ ആക്ച്വലി സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. പക്ഷെ അവർ പറയുന്നത് അമ്മയാണ് ഇത് എൻജോയ് ചെയ്യുന്നത്. അവർക്ക് ഈ ടൈം കംഫർട്ടബിൾ ആയിരിക്കില്ല അല്ലേ? അല്ല, അവര് മൂത്തയാള് ആക്ച്വലി ആനിമേഷൻ പഠിച്ച ആളാണ്. പക്ഷേ അവരുടെ അവിടെ AI പ്രോബ്ലംസ് ഒക്കെ വന്നതുകൊണ്ട് ഹി ഈസ് ഡൂയിങ് MA സൈക്കോളജി സെക്കൻഡ് ഇയർ ഫ്രം IGNOU ആൻഡ് ഹി ഈസ് ഓൾസോ ഡൂയിങ് MSW ഓഫ്ലൈൻ. സെന്റ് ആൽബർട്ട്സ്, എറണാകുളത്ത് സെന്റ് ആൽബർട്ട്സിൽ ഹി ഈസ് ഓൾസോ ഡൂയിങ് MSW. അപ്പം പ്ലസ് ഹി ഈസ് ഓൾസോ ടീച്ചിങ് ആനിമേഷൻ ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം പുള്ളി ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇളയാള് ഇപ്പം BSc എക്കണോമിക്സ് സെന്റ് സേവിയേഴ്സ് കൽക്കട്ടയിൽ കഴിഞ്ഞ് ഇപ്പം നെക്സ്റ്റ് വീക്ക് മുതൽ ഇവിടെ തേവരയിലേക്ക് ജോയിൻ ചെയ്യാണ്, ഒരു ബിസിനസ് അനലിറ്റിക്സ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. IELTSന് നിങ്ങളുടെ ഇതിന് എറണാകുളത്ത് ബ്രാഞ്ച് ഉണ്ട്? ഇല്ലില്ല, തൊടുപുഴ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഓൺലൈൻ ഉണ്ട്, ഓൺലൈൻ സ്റ്റുഡൻസിനെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഓഫീസ് ഇവിടെ മാത്രമേ ഉള്ളൂ. മോളത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു. ഓൺലൈനിൽ ചെയ്യാൻ പറ്റും, ഓക്കെ, താങ്ക് യു. അവൾക്ക് ഓൺലൈൻ ഒട്ടും പറ്റാത്ത കാര്യമാണ്. She won't prefer that anyway. ഞാൻ പറഞ്ഞു ചോദിച്ചു നോക്ക്. Okay. Okay, thank you. Okay, fine. Where were we? Last class, I don't remember. Actually, every day I am coming and asking you where were we? PFA ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് മിസ് പറഞ്ഞിരുന്നു. നീഡ്സ് ആൻഡ് കൺസേൺ അങ്ങനെ ഹെൽപ്പ് ദം വിത്ത് ബേസിക് നീഡ്സ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ച് പറഞ്ഞതാണ് തോന്നുന്നു കേട്ടോ ലാസ്റ്റ് ക്ലാസ്. പിന്നെ പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് കൊടുക്കുക, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. PDF ഞാൻ ഷെയർ ചെയ്തിരുന്നു. ചെയ്തിരുന്നു മിസ്. ഷെയർ ചെയ്യുകയും ചെയ്തു മാം. എനിക്കൊന്ന് 2 സെഷൻസും നമ്മൾ PFA നമ്മൾ കവർ ചെയ്തതാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? PFA ചില എക്സ്പീരിയൻസസും ഷെയർ ചെയ്തിരുന്നു, റൈറ്റ്? യെസ്, ഞാൻ അറ്റൻഡ് ചെയ്ത 2 കേസസ് അത് ഷെയർ ചെയ്തിരുന്നു. കാരണം മാം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. മാം ആ റൂമിൽ ഇങ്ങനെ നമ്മൾ എന്താണ് ഡോറ് തുറന്നു വെച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നു. മാം, എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു അന്ന് ഫൈമേ. അപ്പം സപ്പോസിങ് ദിസ് പേഴ്സൺ ഈസ് നോട്ട് റെഡി ടു ഓപ്പൺ അപ്പ്, നമ്മളോട് സംസാരിക്കാൻ ആ ആള് റെഡി അല്ല, അല്ലെങ്കിൽ ആയിട്ടില്ല എങ്കിൽ then what is our next step? ആക്ച്വലി നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് അത് തന്നെയാണ്. കാരണം വരുന്ന ആൾ ഓപ്പൺ അപ്പ് ആവണം എന്ന് ഒട്ടും നിർബന്ധമില്ല. കാരണം അവര് ചെയ്യില്ല, ചിലർ അത്ര കംഫർട്ട് ഫീൽ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു എൻവയോൺമെന്റ്, നമ്മൾ ഇരിക്കുന്ന ആ ഒരു എൻവയോൺമെന്റ് അതുപോലെ ആയിരിക്കണം. അവർക്ക് ആ ഒരു ഫീല് തോന്നുന്നത് കംഫർട്ട്. അത് മാത്രമല്ല,
അവർ പറയുന്ന കാര്യങ്ങൾ ഒരു തേർഡ് പേഴ്സൺ കേൾക്കുന്നില്ല എന്ന് ഉള്ള ഫീൽ അവർക്ക് വരണം. അതുപോലെ തന്നെ നമ്മൾ വേറൊരാളുടെ പറയില്ല എന്നുള്ള ഒരു ഉറപ്പും അവർക്ക് കിട്ടണം. അതിനുശേഷമാണ് ചില വ്യക്തികൾ ഓപ്പൺ അപ്പ് ആവുള്ളൂ. ചിലർ ആരോടെങ്കിലും പറയണം എന്ന് പറഞ്ഞ് ഓടി വരുന്നവര് ഡെഫിനറ്റ്ലി ഓപ്പൺ അപ്പ് ആവും. പക്ഷെ നമുക്ക് ഒത്തിരി മൂഡി പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവര് ഓപ്പൺ അപ്പ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളോട് പറയും അവർക്ക് ടൈം കൊടുക്കണം എന്ന് പറഞ്ഞാലും ചിലപ്പോൾ മണിക്കൂറുകൾ ഇവര് മിണ്ടാതിരിക്കും. നമുക്ക് ശരിക്കും ഒരു സെഷൻ വെക്കുമ്പോൾ അത് ശരിക്കും അതൊരു ഫ്രൂട്ട്ഫുൾ സെഷൻ ആവണമെങ്കിൽ 45 മിനിറ്റ്സിൽ നമ്മൾ അതിനെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് അതിന്റെ ഫോളോ അപ്പ് അടുത്ത സെഷൻ വെക്കാം. കാരണം നമ്മള് ഹെക്ടിക്കായി പോകും ഈ ഒരു കണ്ടിന്യൂസ് 1 hour 2 hour ഒക്കെ ഒരേ പൊസിഷനിൽ ഇരിക്കും. അപ്പോൾ 45 മിനിറ്റ്സ് ഇസ് ഇനഫ്. ആ 45 മിനിറ്റ് കൊണ്ട് അത് ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരണം. നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ കൊണ്ടുവരണം. പക്ഷെ ചിലർക്ക് പറഞ്ഞാലും തീരില്ല. അപ്പൊ പലപ്പോഴും 2 hours നീളും. കാരണം ഇവര് പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈ അലിഷ ഇത് പറഞ്ഞപ്പോഴാണ് നോക്കുന്നത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ഞാനും വേറൊരു റിട്ടയർഡ് ടീച്ചറും കൂടി ഇരിക്കുവാണ്. ഞങ്ങൾക്ക് കോള് വരുവാണ്. ഉച്ചയ്ക്ക് 2 മണി തുടങ്ങി 6 മണി വരെയാണ് ഞങ്ങളുടെ ടൈം. ഞങ്ങൾ വോളണ്ടിയർ ആയിട്ട് ചെയ്യുന്നതാണ് ഒരു സൂയിസൈഡ് പ്രിവെൻഷൻ സെന്ററിൽ. ഞങ്ങൾക്ക് കോള് വരുവാണ്. ഒരു 2 മണി ജസ്റ്റ് കഴിഞ്ഞത് കോള് വരും. കോള് വന്നു. അപ്പൊ ടീച്ചർ അറ്റൻഡ് ചെയ്ത്. അപ്പൊ ടീച്ചർ പറഞ്ഞു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരും. അപ്പോ ഹസ്ബൻഡ് ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ടീച്ചർക്ക്. അപ്പൊ ടീച്ചർ അത് വളരെയധികം മുൻവിധിയോടുകൂടി പറഞ്ഞു പെൺകുട്ടിയാണ് പ്രോബ്ലം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എനിക്ക് അതത്ര ഡൈജസ്റ്റ് ആയില്ല. നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യരുതെന്നാണ്, നോൺ ജഡ്ജ്മെന്റിലാണ്. ബട്ട് എക്സ്ക്യൂസ് നോ ഒഫൻസ്. ടീച്ചേഴ്സ് പൊതുവെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. ഒരു ട്രഡീഷണൽ വേ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. കുട്ടികളായാലും വലിയ ആൾക്കാരാണെങ്കിലും അവര് നോ ഒഫൻസ് ഒക്കെ. അപ്പൊ എന്നെക്കാളും സീനിയർ ആയിട്ട് ഒരാളായതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. ഇനി വന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുവാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുന്നു. എങ്ങാണ് അവര് വന്ന് ജസ്റ്റ് വന്ന ഉടനെ തന്നെ ടീച്ചർ പറഞ്ഞു ആ കുട്ടിയോട്, എന്നോട് പറഞ്ഞു ആ കുട്ടിയെ വിളിച്ച് അകത്തെ റൂമിലേക്ക് പോയിക്കോളാം. കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് നമുക്ക് റൂം ഉണ്ടല്ലോ, അകത്തെ റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ വേഗം റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ ഈ കുട്ടി സംസാരിച്ചു. കുറേ അതായത് അത് എന്റെ ഓർമ്മ വെച്ച കാലം തുടങ്ങി അതിന്റെ അന്ന് രാവിലെ വരെയുള്ള കാര്യം ആ കുട്ടിയോട് ആ കുട്ടി എന്റെ അടുത്ത് 2 hours പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആ കുട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു കേട്ടോ. എനിക്ക് കേറി വന്നപ്പോൾ മാമിനോട് സംസാരിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. മിസ് ഇത് പറഞ്ഞിരുന്നില്ലേ ഞാൻ? അതന്നെ, എനിക്ക് മറ്റേ മാമിനോടായിരുന്നു സംസാരിക്കാൻ താല്പര്യം. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര കംഫർട്ടാണ്. അപ്പൊ നമ്മൾ എങ്ങനെ അവർക്ക് കംഫർട്ട് കൊടുക്കുന്നു? ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒരു വാക്കുപോലും അതിനോട് സംസാരിച്ചില്ല. അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാനിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് അത് എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, ഞാൻ ആ ചെയ്തത് ശരിയല്ലേ എന്ന് ചോദിക്കും. ഞാൻ തിരിച്ച് ശരിയാണ് തെറ്റാണെന്നൊന്നും ഞാൻ പറയൊന്നുമില്ല. എനിക്ക് എന്ത് തോന്നുന്നു ഇതാണ് ഞാൻ തിരിച്ച് ചോദിക്കുന്നത്. എന്താണ് തോന്നുന്നത്? ആള് പേരൊക്കെ ആദ്യം പറഞ്ഞതുകൊണ്ട് പേര് വെച്ച് തന്നെ ഞാൻ ചോദിക്കും എന്താ തോന്നിയതെന്ന് ചോദിക്കും. അപ്പൊ പുള്ളിക്കാരി എന്നെ അത് അനലൈസ് ചെയ്ത് പറയും. അവിടെ നമ്മൾ ഒരിക്കലും യെസ് നിങ്ങൾ ചെയ്തത് ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെയുള്ള രീതിയിലുള്ള റെസ്പോൺസ് ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് വരരുത്. ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഞാനിങ്ങനെ പറഞ്ഞു എന്താണ് തോന്നുന്നത് എന്ന് ചോദിച്ചു ആ ചെയ്ത കാര്യത്തെ പറ്റി. അപ്പൊ പുള്ളിക്കാരി തന്നെ തെറ്റാണെങ്കിൽ പുള്ളിക്കാരി തന്നെ പറയുവാണ് ഞാൻ അങ്ങനെ അപ്പൊ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു, പിന്നെ അതെനിക്ക് മനസ്സിലായി. അങ്ങനെയൊക്കെ ആള് തന്നെ സ്വയം അനലൈസ് ചെയ്ത് അത് സോർട്ട് ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ അത് എൻഡ് ചെയ്തു. ശരിക്കും ക്ലോസ് ചെയ്തു. എനിക്ക് നല്ല രീതിയിൽ അത് ക്ലോസ് ചെയ്യാൻ പറ്റി. ഭയങ്കര ഹാപ്പി ആയിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടീച്ചർ നമ്മളുടെ ഫാമിലിയെ നോക്കണം. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഹസ്ബൻഡും കുട്ടികളുമാണ്. അവരുടെ പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരെ നോക്കണം. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഒരു വലിയൊരു ക്ലാസ് ഇതിന് കൊടുത്തു. അതോടുകൂടി 2 മണിക്കൂർ ചെയ്തത് റിസൾട്ടേ പോയി. ആ കുട്ടി അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയി. നല്ല ഹാപ്പി ആയിട്ട് ഇനി ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ആരോടൊക്കെയോ സോറി പറയണമെന്ന് അതൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇനി ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇനിയും വരും, മാമിനെ കാണാനായിട്ട് വരും, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങി പുറത്തു വന്നത്. അതാണ് നമ്മൾ ആൾക്കാരെ ഡീൽ ചെയ്ത് അവസാനം അത് കുളമായി പോകുന്നതിന്റെ
ചില ഒരു ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതെന്തായാലും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തന്നെ അത് പറ്റി. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ വേറൊരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലോ ജഡ്ജ് ചെയ്ത രീതിയിലോ ഒരിക്കലും സംസാരിക്കരുത്. പിന്നെ നിങ്ങൾക്ക് വട്ടാണോ, അത് ടൈപ്പ് ഓഫ് രീതികൾ നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെയൊന്നും നമ്മൾ ചോദിക്കരുത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞു കുട്ടി വന്നിട്ട് അവന്റെ പ്രശ്നങ്ങൾ പറയുമ്പോഴും. നമ്മള് കുട്ടിയാണ്, അവനും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അവന്റെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ വേണം നോക്കാൻ. നമ്മുടെ വീട്ടിലൊരു കുട്ടി അത് ചിലപ്പോൾ വളരെ സങ്കടത്തോടു കൂടെ വന്നിട്ട് പറയുമായിരിക്കും, ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ടീച്ചർ എന്നെ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു എന്തെങ്കിലും വന്ന് നമ്മളോട് പറയുമായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അല്ലെ കംഫേർട്ട് ചെയ്യാം. നമ്മൾ വിചാരിക്കും ഈ സില്ലി, അങ്ങനെ വിചാരിക്കും സില്ലി കാര്യം, പക്ഷെ അവനത് ഭയങ്കര കാര്യമായിരിക്കും. എന്നെ സംബന്ധിച്ച് അവന് ഭയങ്കര വിഷമം വന്ന കാര്യമായിരിക്കും. അപ്പൊ ഇങ്ങനെ പലപ്പോഴും നമുക്ക് ഈ പല കേസസ് ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞേ, നമ്മളിപ്പോ ഇങ്ങനെ പ്രൊഫഷണലി ഇങ്ങനെ ചെയ്യുവാണ് അല്ലെങ്കിൽ വോളണ്ടറി ഇങ്ങനെ ചെയ്യുവാണ്, ഒരു ഇതുപോലുള്ള ആളുകളെ കേട്ട് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ ചില സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. നമുക്ക് പലപ്പോഴും ക്ലോസ് ചെയ്യാൻ പറ്റാതെ വരും ചില കേസസ്. അങ്ങനത്തെ പ്രശ്നം അതും ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം എല്ലാം നമുക്ക് സക്സസ് റേറ്റിലേക്ക് പോകണമെന്നില്ല. ചിലത് നമുക്ക് ഒട്ടും ക്ലോസ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ ഈ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫോൺ കോൾസ് വരും കേട്ടോ, പലപ്പോഴും ഫേക്ക് കോൾസ് വരും, അതിൽ തന്നെ സെക്സ് കോൾസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റണം. പിന്നെ ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കും, ചിലർ വന്നു കഴിഞ്ഞാൽ മിണ്ടില്ല, ചിലർ കോൾ ചെയ്തിട്ട് മിണ്ടാതിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് എന്താണ് പറയാൻ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ എപ്പോഴും സംസാരിക്കില്ല, കുറേ നേരം വെയിറ്റ് ചെയ്യും. വീണ്ടും നമ്മൾ പറയും, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എപ്പോഴാണ് സംസാരിക്കാൻ തോന്നുകയെന്ന് വെച്ചാൽ അവർ സംസാരിച്ചോളൂ എന്ന് പറയും. അങ്ങനെ കുറെ പ്രാവശ്യം ആകുമ്പോൾ ഇവരങ്ങോട്ട് ഓപ്പൺ അപ്പ് ആവാനായിട്ട് തുടങ്ങും. അത് ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ സമയം എടുത്തോളൂ, കുഴപ്പമില്ല, ഇടയ്ക്ക് നമുക്ക് ചോദിക്കാം വെള്ളം വേണോ ചോദിക്കാം. അങ്ങനെ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ കെയർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോഴേക്കും അതൊക്കെ അവർ മനസ്സ് തുറക്കാനായിട്ട് തുടങ്ങും. നമ്മൾ ഉറപ്പ് കൊടുക്കണം, നിങ്ങൾ പറയുന്ന കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയില്ല, ഇവിടെ വേറെ ആരും ഇല്ല, ക്യാമറയോ അങ്ങനെയൊന്നും നമ്മൾ വെച്ചിട്ടില്ല, നമ്മൾക്കിവിടെ ഫോണോ ഒന്നും അടുത്തിരിക്കുന്നില്ല, ഒന്നും അങ്ങനെ റെക്കോർഡ് ചെയ്യും. അങ്ങനെ അവർ ഉറപ്പ് അവർക്ക് കിട്ടിക്കഴിയുമ്പോഴേക്കും അവർ പതുക്കെ മനസ്സ് തുറക്കാനായിട്ട് തുടങ്ങും. ക്ഷമ വേണം, അതേ ഉള്ളൂ, ക്ഷമ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ചിലർക്ക് ചിലരോട് സംസാരിക്കും. ഇപ്പൊ ഒരു മുൻവിധിയോടുകൂടെ വരുന്ന, അപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ എന്നെ കണ്ടപ്പോ ഒട്ടും സംസാരിക്കാനേ താല്പര്യം ഉണ്ടായില്ല. പിന്നെ അത് അങ്ങ് പറയുമായിരുന്നു, പറഞ്ഞ് ഞാൻ കൂടുതൽ അതിനോട് സംസാരിച്ചൊന്നുമില്ല, ഞാൻ അതിനെ കേൾക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അത് പിന്നെ കൂടുതൽ ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങി. വളരെ അതിന്റെ പേഴ്സണൽ കാര്യങ്ങൾ വരെയും അതിനോട് ഷെയർ ചെയ്യും. ആ ഒരു ബോണ്ടിങ്, ആ ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, ഇപ്പം മോൻ MSW MS സൈക്കോളജിയും ചെയ്യുവാന്ന് പറഞ്ഞിട്ടേ, ഡെഫിനറ്റ്ലി MSW കൗൺസിലിംഗിലാണോ സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ക്ലിനിക്കൽ സൈക്കോളജിയാണ് എടുത്തിരിക്കുന്നത്. സൈക്കോളജിയാണ്. എന്തായാലും ഫീൽഡ് വർക്കിന് പോകുമ്പോൾ നല്ല ഏജൻസീസ് സെലക്ട് ചെയ്യാൻ പറയണം. പക്ഷെ നമുക്ക് മാക്സിമം അവിടെ നമ്മുടെ എഫേർട്ട് എടുക്കാനും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക, എന്തെങ്കിലും നമുക്ക് എഴുതി പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതല്ല, നമുക്ക് നല്ല രീതിയിൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏജൻസീസ് സെലക്ട് ചെയ്യാനായിട്ട് പറയാം. ഞാനൊക്കെ ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ 2 നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ കൊറോണ ടൈം വന്നു, അപ്പൊ പല ഏജൻസീസും നമ്മളെ അപ്രോച്ച് ചെയ്യാൻ സമ്മതിക്കണ്ടായില്ല, നല്ല കഷ്ടപ്പെട്ടു. മാം ക്യൂസാറ്റിലെ പഠിത്തം കഴിഞ്ഞിട്ടാണ് MSW പോയത്? ഞാൻ ക്യൂസാറ്റ് ആയിരുന്നില്ല, ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു, കൊച്ചിൻ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിരുന്നു. അതിനുശേഷം പിന്നെ കുറെ നാളൊക്കെ ഗസ്റ്റ് ലെക്ചർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു പോളിടെക്നിക്കിൽ. പിന്നെ വർക്ക് ചെയ്തില്ല, ഒരു 39 ഒക്കെ ആയപ്പോഴാണ് ഈ മോണ്ടിസോറി ചെയ്തത്. മോണ്ടിസോറി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് MSW ചെയ്യണം തോന്നി, പിന്നെ MSW. ഓക്കെ, നിങ്ങൾക്ക് അസൈൻമെന്റ്സ് എവിടെ വരെ തന്നു അതൊന്ന് പറയാമോ? ഞാൻ ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ, അതെവിടം വരെയാണ്? വന്നിട്ടില്ല. അസൈൻമെന്റ്സ് ക്ലാസ്സിൽ ഇട്ടിട്ടില്ല.
ഹെൽത്ത് ഫ്രേസസ് വരെ പറഞ്ഞു മാം. ഏതാണ്? ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്. ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് അല്ലേ? അത് ക്ലാസ് റൂമിൽ പറഞ്ഞായിരുന്നു. പിന്നെ ഫസ്റ്റ് യൂണിറ്റ് ഞാനാണ് എടുത്തത്, മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഹെൽത്ത് ആൻഡ് വെൽനസ്. ഓക്കെ, അതിന്റെ അത് റിലേറ്റഡ് പിക്ചർ കളക്ട് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ? അത് ചെയ്തു, അത് തന്നിട്ടുണ്ടായിരുന്നു അസൈൻമെന്റ്. ഹെൽത്ത് ആൻഡ് ഹൈജീനും പിന്നെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇത്രയും ഞാൻ ചെയ്തു അല്ലേ? ഓക്കെ ഫൈൻ. ഞാൻ എന്തായാലും ഹെൽത്ത് റിലേറ്റഡ് 2-3 അസൈൻമെന്റ് തരാം. ഒരെണ്ണം ഒരു സർവേ ടൈപ്പ് അസൈൻമെന്റ് ആട്ടോ, അതായത് ആക്ടിവിറ്റി ഓറിയന്റഡ് അസൈൻമെന്റ് ആണ്. നിങ്ങൾ 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്യുക. ഈ 10 ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരായിരിക്കണം, ഡിഫറെന്റ് ഏജ്. തന്നിട്ടുണ്ടോ? ക്ലാസ് റൂമിൽ വന്നു. ക്ലാസ് റൂമിൽ 4 എണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാലോ, അത് ചെയ്തല്ലോ അല്ലെ? ഓക്കെ. പിന്നെ നെക്സ്റ്റ് റിമോട്ട് കൺട്രോളിന്റെ വന്നു. ഇല്ല, അത് വന്നിട്ടില്ല മിസ്. സിറ്റുവേഷൻ അല്ലെങ്കിൽ അതൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു കൺസെപ്റ്റ്, നമ്മളുടെ വ്യൂസ് ആണ് കേട്ടോ വരേണ്ടത്. അതായത് നമ്മൾ അസൈൻമെന്റ് തരുന്നതെല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കേണ്ട രീതിയിലുള്ള കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട അസൈൻമെന്റ്സ് എല്ലാം നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ചെയ്യേണ്ടതാണ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, the remote control of your happiness is in your hand. If anyone says anything and if you feel down, then the remote control of your happiness is in their hand. What is your view about that? നിങ്ങളുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോള് നിങ്ങളുടെ കയ്യിലാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് ഡൗൺ ആയി പോകുന്നു, വിഷമിക്കുന്നു, കരയുന്നു, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോള് അവരുടെ കയ്യിലാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ വ്യൂസ് എന്താ? ഇതാണ് ക്വസ്റ്റ്യൻ. എന്തെഴുതും? അങ്ങനെ തന്നെയാന്ന് എഴുതും അല്ലേ? എന്റെ ഹാപ്പിനെസിന്റെ ആ ഒരു റിമോട്ട് കൺട്രോൾ എനിക്ക് കയ്യിൽ വെക്കാൻ പറ്റാറില്ല. അത് പലപ്പോഴും പലരുടെ കയ്യിലായി പോവാറുണ്ട്. എന്താണോ നിങ്ങളുടെ വ്യൂ അത് എഴുതാം. ചിലരെ എഴുതി ഇന്നലെ വരെ അത് വേറെ ആളുടെ കയ്യിലായിരുന്നു, ഇന്ന് തുടങ്ങി ഞാൻ സമ്മതിക്കില്ല. അതൊക്കെയാണ് നമുക്ക് വരേണ്ട ആൻസർ കേട്ടോ. വൈകിക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാ ചോദിക്കും. പിന്നെ ഇഫ് യു ഏജൻസീസിന്റെ ഒരു അസൈൻമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ഏജൻസീസ്, ഹെൽത്ത് ഏജൻസീസ്. അത് ക്ലാസ് റൂമിൽ വന്നിട്ടില്ല. ഞാൻ നോട്ട് ചെയ്തേക്കാട്ടോ, വേരിയസ് ഹെൽത്ത് ഏജൻസീസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് യു സീ എ ചൈൽഡ് ബെഗിങ് ഇൻ യുവർ വിസിനിറ്റി, വാട്ട് യു വിൽ ഡു? നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി ബെഗ് എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന ഒരു കുട്ടി ബെഗ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? വിശക്കാണെങ്കിൽ ഭക്ഷണം വാങ്ങി കൊടുക്കണം. പിന്നെ ഒത്തിരി നാളുകൾ പണ്ട് അങ്ങനത്തെ ഒരു കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനത്തെ കാഴ്ചകൾ ഒട്ടും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ അഥവാ എപ്പോഴെങ്കിലും അങ്ങനെ അല്ല, ജസ്റ്റ് ഇമാജിൻ പണ്ടായിരുന്നെങ്കിലും അന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും അങ്ങ് കൊടുത്ത് പറഞ്ഞു വിടുമായിരുന്നല്ലേ. ഇപ്പൊ നിങ്ങൾ മോണ്ടിസോറി മെത്തേഡ് ഉള്ളിൽ കയറി തുടങ്ങുന്നവരാണ്. സോ ഒരു കുട്ടി അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കുട്ടി ബെഗ് ചെയ്യണമെങ്കിൽ അതിന്റെ പുറകിൽ പല പല റീസൺസ് ഉണ്ടാവും അല്ലേ? ഒന്നുമില്ലെങ്കിൽ അവനെ ഫോഴ്സ്ഫുള്ളി ആരെങ്കിലും ചെയ്യിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവൻ എല്ലാവരും നഷ്ടപ്പെട്ടു പോയി ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസീസ് ചൈൽഡ് ട്രാഫിക് ചെയ്യുന്ന ഏതെങ്കിലും ഏജൻസീസ് ആയിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പക്ഷെ ഒറ്റയ്ക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ നമുക്ക് ഏതെങ്കിലും അതോറിറ്റീസുമായി കണക്ട് ചെയ്ത് സംശയാസ്പദമായ കുട്ടീനോട് ചോദിക്കും എവിടെ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബെഗ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കും. ആള് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ആള് ആവശ്യപ്പെടുന്നത് വീട്ടില് ഫുഡാണോ അല്ലെങ്കിൽ വെള്ളമാണോ, അത് ആദ്യം നമ്മൾ കൊടുക്കും.
എന്നിട്ട് ഹെൽപ്പ് വേണമെന്ന് നമുക്ക് ആവശ്യമാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇപ്പൊ മാം പറഞ്ഞ പോലെ അടുത്തുള്ള സ്റ്റേഷനിലോ അങ്ങനെ എന്തെങ്കിലും അറിയിക്കാൻ പറ്റി അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഇതിലൊന്നും ആളിപ്പോ ഫോഴ്സ് തല്ലാന്നുണ്ടെങ്കിൽ ആള് ഇപ്പൊ ഈ ചോദിക്കുന്നതിലൊന്നും ചിലപ്പോ ആൻസർ തരില്ലായിരിക്കാം. ആവശ്യപ്പെട്ടത് പൈസ എന്താന്ന് വെച്ചാൽ ചോദിച്ചിട്ട് ആള് അവിടെ നിന്ന് പോവായിരിക്കാം. അപ്പൊ നമുക്ക് ആളുടെ സിറ്റുവേഷനും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് സന്ദർഭോചിതമായി നമ്മൾ ഇടപെടാം എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഒരിക്കലും കാശ് കൊടുക്കരുത്. കുട്ടികളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചൈൽഡ് ലൈൻ അല്ലേ, ചൈൽഡ് ലൈനിൽ അറിയിച്ചാൽ അറിയിക്കാം, ചൈൽഡ് ലൈൻ അറിയിക്കും. നമ്മളിങ്ങനെ കാശ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ ഏതാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. കാരണം എനിക്ക് എന്റെ എക്സ്പീരിയൻസ് വളരെ മോശമാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ. എന്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96-2000 കാലഘട്ടത്തിലായിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തോണ്ടിരുന്നത്, എഞ്ചിനീയറിംഗ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ചെങ്ങന്നൂരിന്ന് ട്രെയിനിലായിരുന്നു ഞാൻ വീട്ടിലേക്ക് വരും. എന്റെ എക്സാം ടൈം അത് ഒരു ബ്രേക്ക് വന്നപ്പോ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോരുവാണ്. ട്രെയിൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലെത്തി. അപ്പോൾ അന്നത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96-2000 സമയമല്ലേ, നിറയെ ഇതുപോലെ ബെഗ് ചെയ്തോണ്ട് ആൾക്കാരെ നടക്കും. ഒരു ലേഡി ഒരു കുട്ടിയെ എടുത്തോണ്ട് ഇങ്ങനെ വന്ന് കൈ നീട്ടി. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ, വീട്ടിൽ നിന്ന് തരുന്ന കാശ് വളരെ തുച്ഛമായതൊക്കെ ആയിരിക്കില്ലേ. അന്ന് നല്ല 1 രൂപ 2 രൂപ 5 രൂപ എന്ന് പറഞ്ഞാലും നല്ല വാല്യൂ ഉള്ള സമയം. ഞാൻ എന്ത് ചെയ്തു, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പൊതിച്ചോറ് വാങ്ങി. അന്ന് പൊതിച്ചോറിന് 17 രൂപ 20 രൂപ എങ്ങാണ്ടാണ് പൊതിച്ചോറിന് കേട്ടോ. അത് സ്പെൻഡ് ചെയ്യാൻ തന്നെ നമ്മള് നല്ല കഷ്ടപ്പെടണം. അപ്പൊ ഞാൻ ഒരു കുഞ്ഞും ഉണ്ടല്ലോ, ഞാൻ ഒരു പൊതിച്ചോറ് വാങ്ങി കൊടുത്തിട്ട് ഈ സ്ത്രീ ചെയ്തത് എന്താണെന്നറിയോ, ആ റെയിൽവേ ട്രാക്കിലേക്ക് അത് വലിച്ചെറിഞ്ഞു. അവർക്ക് കാശ് കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു പോയി. കാരണം ഭക്ഷണം വലിച്ചെറിയുന്ന കണ്ടിട്ട്, ഫുഡ് വേസ്റ്റ് ചെയ്തത് ഓർത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ഇപ്പോഴും ആ കാഴ്ച എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ആവശ്യം കാശ് തന്നെയാണ്. കുട്ടിയെ വെച്ച് മുതലെടുത്തായിരിക്കാം അവരത് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇൻസിഡന്റ് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് എറണാകുളത്തെ മറൈൻ ഡ്രൈവിലെ ആ റെയിൻബോ പാലത്തിലൂടെ ഞാനും ഹസ്ബൻഡും കൂടെ ജസ്റ്റ് അങ്ങനെ നടന്നു വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു നാടോടി സ്ത്രീ ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഇവരുടെ കയ്യിൽ പിടിച്ച് നടക്കുന്ന ഒരു കുട്ടിയുണ്ട്, കൈ നീട്ടി. നമ്മള് രണ്ടുപേരും ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്ന കൺസെപ്റ്റ് ഉള്ള ആളുകളല്ല കേട്ടോ. അവരല്ലാതെ സഹായിക്കാം. ഭക്ഷണം വേണോ, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം. ഞങ്ങൾ പറഞ്ഞു ഫുഡ് ഞങ്ങൾ വാങ്ങിച്ചു തരാം, കാശ് തരില്ല എന്ന് പറഞ്ഞു. ഈ സ്ത്രീ എന്നെ കേഴ്സ് ചെയ്തു. നിനക്കൊന്നും ഒരു കാലത്തും കുട്ടികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇവരെന്നെ അങ്ങ് പ്രാഗി ഭയങ്കരമായിട്ട് കേഴ്സ് ചെയ്തു കേട്ടോ. പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. നമ്മള് മാരേജ് കഴിഞ്ഞ് കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. അപ്പൊ പെട്ടെന്ന് കേട്ടപ്പോ ഒരു ഷോക്കായിരുന്നു. അവരങ്ങനെ പറഞ്ഞു എന്ന് കരുതി എന്റെ ലൈഫിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. പക്ഷേ കുഞ്ഞുങ്ങളുള്ള ഒരു സ്ത്രീ, ആ കുഞ്ഞ് അവരുടെ തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നി. അവർക്ക് കാശ് കൊടുക്കാത്തതിന് അവരെന്നെ ചീത്ത പറയുക ചെയ്തത്. അതൊക്കെയാണ് ഉണ്ടായ അനുഭവങ്ങൾ. അപ്പൊ നമുക്ക് മോണ്ടിസോറി മെത്തേഡില് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ റെസ്പെക്ട്, അങ്ങനെയുള്ള കാര്യം, സെൽഫ് റെസ്പെക്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മ്യൂച്വൽ ഹെൽപ്പ്, നിങ്ങളൊരു വിർച്വൽ പ്ലാറ്റ്ഫോമിലാണല്ലേ, പരസ്പരം കാണുന്നില്ല, ശബ്ദം ഇനി പ്രൊഫൈൽ നെയിം ഇത്രയൊക്കെ അറിയുള്ളൂ. ചിലര് പക്ഷെ അറിയാതിരിക്കാം തമ്മില്, എന്നാലും മെജോറിറ്റി തമ്മിൽ അറിയാത്തവരായിരിക്കും. നമുക്ക് ക്ലാസ് റൂമിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവും. ഇപ്പൊ ഒരു വർക്ക് ചെയ്യുമ്പോൾ പല പല ഡൗട്ട്സ്, ഇപ്പൊ ചിലർ ചെയ്ത കാര്യങ്ങൾ ഷെയർ ചെയ്യും, മറ്റുള്ളവർക്ക് അതൊരു റെഫറൻസ് ആകും. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഡോണ്ട് കോപ്പി അതേഴ്സ്. മറ്റുള്ളവരെ മുഴുവനായിട്ട് കോപ്പി ചെയ്യാതെ നമുക്കത് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മളുടെ ഒരു ടച്ച് അതിനെപ്പോഴും കൊടുക്കുക. പിന്നെ പറയുന്ന പോലെ ഒരിക്കലും ഹെൽപ്പ് എന്നുള്ളതിന് മിസ്യൂസ് ചെയ്യാതിരിക്കുക. നമ്മളിപ്പോ എന്നെ ഒരാള് ഹെൽപ്പ് ചെയ്തു, ഇപ്പൊ എന്റെ മനസ്സിലത് ഉണ്ടാകണം, തിരിച്ച് ഞാൻ അയാൾ ആവശ്യപ്പെടാതെ തന്നെ അത് തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റണം. ആ ഒരു ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്. പിന്നെ ഈ ഹെൽപ്പ് എന്നുള്ളത് ദാറ്റ് ഇസ് എ സപ്പോർട്ട്. നമ്മൾ അവരെ കേപ്പബിൾ ആക്കുവാണ്. ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിത് ചെയ്യാൻ അറിയില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മൾ അവരെ കേപ്പബിൾ ആക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഹെൽപ്പ്, സപ്പോർട്ട് കൊടുക്കുക. അല്ലാതെ കാശ് കൊടുത്തുള്ള ഹെൽപ്പൊന്നും ശരിക്കും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ല. നമ്മളിപ്പോ ഒരാൾക്കൊരു അസുഖം വന്നു, അങ്ങനെയൊക്കെ നമ്മളെല്ലാരും കൂടെ ചേർന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഒരാള് കാശ് ചോദിക്കുമ്പോഴേ എടുത്തു കൊടുക്കുന്നത്. നമ്മൾ അവരുടെ ബുദ്ധിമുട്ട് ആദ്യം മനസ്സിലാക്കുക,
എന്നിട്ട് ആ രീതിയിൽ വേണം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. കേപ്പബിൾ ആക്കുക. അവരെന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുമ്പോൾ. ഇപ്പൊ പലപ്പോഴും കാണുന്ന ഒരു ടെൻഡൻസി, ഏതെങ്കിലും ഒരു വർക്ക് ഞാൻ ചെയ്തില്ല, നീ ചെയ്തത് എനിക്കൊന്ന് അയച്ചു തരൂ. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക. അല്ലാണ്ട് ഒരാൾ ചെയ്തത് അയച്ചു തന്ന് അതേപടി കോപ്പി ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെ കുറച്ച് വാല്യൂസ് മോണ്ടിസോറി മെത്തേഡിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം ഇതുണ്ട്, പക്ഷെ അത് ആയി വരണം. അപ്പൊ അത് ആ ഒരു മെത്തേഡിലൂടെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ആരെയും പറ്റിക്കുകയും ചെയ്യരുത്, നമ്മളെ മറ്റുള്ളവരെ പറ്റിക്കുകയും ചെയ്യരുത്. നമ്മൾ പറ്റിക്കപ്പെടരുത്, അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ആരെയും പറ്റിക്കരുത്, നമ്മളെ പറ്റിക്കപ്പെടുകയും ചെയ്യരുത്. ഈ ഒരു വാല്യൂസ് എല്ലാം നമ്മളുടെ ഉള്ളിലൂടെ പോകണം. കുട്ടികളിലേക്കും ഇത് പകർന്നു കൊടുക്കണം. നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ, ഒരു പുതിയ ബാച്ചിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ജനറലി ചോദിച്ചു, ചിലപ്പോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, സർട്ടിഫിക്കറ്റിന് വേണ്ടി ജോയിൻ ചെയ്തവരുണ്ടാവും. കാരണം എനിക്കത് പഴയ ബാച്ചിൽ നിന്ന് ആ ഒരു റിഫ്ലക്ഷൻസ് കിട്ടിയിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും നമ്മളിപ്പോ നമുക്ക് കാശ് കൊടുത്താൽ ചില ജോലികളൊക്കെ കിട്ടുമല്ലേ, ഒരു ഓഫീസ് ജോലി, ഒരു പേയ്മെന്റ് കൊടുത്തു വാങ്ങിച്ചു, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മള് കൊച്ചു കുട്ടികളാ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, വളരെ നിഷ്കളങ്കരായ പ്യുവർ സോൾസ് അല്ലെ. ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുക. അപ്പൊ അവർക്ക് നമ്മൾ നല്ലത് തന്നെ പ്രൊവൈഡ് ചെയ്യണം. ചൊട്ടയിലെ ശീലം ചുടലവരെന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ എന്ത് അവർക്ക് കൊടുക്കുന്നു ത്രൂ ഔട്ട് ദെയർ ലൈഫ് അവരിലുണ്ടായിരിക്കും. ഇതറിയാതെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം വാങ്ങിയിട്ട് വന്ന് അവരെ സയന്റിഫിക് ആയിട്ടുള്ള രീതി അറിയാതെ അവരെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ലവ്, കെയർ, പാഷൻ, കമ്പാഷൻ, എംപതി, അതെല്ലാം ഉണ്ട്. ആ കുട്ടികളോട് അഫെക്ഷൻ എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ കറക്റ്റ് ആ ഒരു മെത്തേഡും കൂടെ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ അവരെ അവരുടെ ഹൃദയത്തിൽ തൊടാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് മോണ്ടിസോറി മെത്തേഡ് എന്താന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ സ്കൂള് തുടങ്ങാനാണെങ്കിൽ അങ്ങനെ, നമ്മൾ വർക്ക് ചെയ്യാനാണെങ്കിൽ അങ്ങനെ. ചിലർക്ക് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ബട്ട് മനസ്സിലാക്കുക, മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കുക. ക്ലാസ്സിൽ കയറുന്നവർ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ജസ്റ്റ് അന്നത്തെ ദിവസത്തെ കാര്യം ഒന്ന് ബ്രീഫ് ചെയ്തിടുക. അവർക്ക് എളുപ്പമായിരിക്കും. ചിലത് ചിലപ്പോൾ ബ്രീഫിങ്ങിൽ തന്നെ മനസ്സിലാകും. അപ്പൊ അവർ 1 hour സ്പെൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലത് ബ്രീഫിംഗ് കേൾക്കുമ്പോൾ അവർക്ക് തോന്നും, 1 hour ആ ക്ലാസ് ഒന്ന് കാണാം, ഇന്നത്തെ ക്ലാസ് എങ്ങനെയായിരുന്നല്ലോ, ഇതിനെ കുറിച്ചായിരുന്നല്ലോ. അങ്ങനെ അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ, ക്ലാസ്സിൽ കയറുന്നവര്. ഓക്കെ, ഫൈൻ. സൈൻ ഔട്ട് ഉണ്ടോ? ഗ്രൂപ്പിൽ ഇടാമോ അസൈൻമെന്റ്? ഷുവർ, എന്നെ എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, സൈൻ ഔട്ട് ഉണ്ടോ? എന്താ മിസ്സേ? സോറി മിസ്. This class was very informative and valuable. We sincerely thank you, Jisha ma'am, for conducting class. We also express our heartfelt thanks to dear Jisha ma'am and to all my friends who listened attentively to the class. Thank you, miss. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.